ഗുഡ് ഈവനിങ് ആൾ. സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കുന്നത് സം, എനി ഇവ എവിടെയൊക്കെ ഉപയോഗിക്കണം എന്നാണ്. എന്തുകൊണ്ടാണ് ഇത് രണ്ടും ഒരുമിച്ച് പറഞ്ഞിരിക്കുന്നത്? കാരണം ഇത് രണ്ടിൻ്റെയും അർത്ഥം ഏകദേശം ഒരുപോലെയാണെങ്കിലും ഉപയോഗിക്കുന്ന സന്ദർഭം വ്യത്യസ്തമാണ് എന്നേയുള്ളൂ. അതായത് ജനറൽ ആയിട്ട് നമ്മൾ പോസിറ്റീവ് സെൻറ്റൻസിൽ സം, സംബടി എന്നൊക്കെ ഉപയോഗിക്കും. നെഗറ്റീവ് സെൻസിലാണ് നമ്മൾ കൂടുതലും എനി ഉപയോഗിക്കാറ്. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഒന്നാമത്തെ സെൻറ്റൻസ് നോക്കൂ. വി ബോട്ട് സം ചോക്ലേറ്റ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, സെൻറ്റൻസ് ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. വി ബോട്ട് സം ചോക്ലേറ്റ്. ഞങ്ങൾ കുറച്ച് ചോക്ലേറ്റ് വാങ്ങി. നമ്മൾ സം എന്ന് വെച്ചാൽ കുറച്ച് എന്നതാണ് അർത്ഥം. അപ്പോൾ വി ബോട്ട് സം ചോക്ലേറ്റ് എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ നെഗറ്റീവ് എന്താണ്? നെഗറ്റീവ് നമ്മൾ ബോട്ടിൻ്റെ നെഗറ്റീവ് ഡിഡിൻ ബൈ എന്നൊക്കെ പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഒരു വീഡിയോ ഡിഡിൻ്റെ യൂസേജിൽ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ പ്ലേലിസ്റ്റ് നോക്കിയാൽ കാണാം. അപ്പോൾ നമ്മൾ നെഗറ്റീവിൽ വി ഡിഡിൻറ്റ് ബൈ സം ചോക്ലേറ്റ് എന്ന് പറയാൻ പറ്റില്ല. ഞങ്ങൾ ചോക്ലേറ്റേ വാങ്ങിയില്ല എന്നല്ലേ പറയേണ്ടത്. അവിടെ നമ്മൾ നെഗറ്റീവിൽ ഉപയോഗിക്കുക എനിയാണ്. വി ഡിഡിൻറ്റ് ബൈ എനി ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചോക്ലേറ്റേ വാങ്ങിയില്ല, ഞങ്ങൾ ഒട്ടും തന്നെ വാങ്ങിയില്ല എന്ന് പറയും. നമ്മൾ നെഗറ്റീവിൽ സാധാരണയായിട്ട് നമ്മൾ സം ഉപയോഗിക്കാറില്ല. അപ്പോൾ നമ്മൾ വി ബോട്ട്സ് എനി ചോക്ലേറ്റ് എന്ന് പറയില്ല, വി ബോട്ട് സം ചോക്ലേറ്റ്സ് എന്ന് പറയും. അത് നെഗറ്റീവിൽ പറയുമ്പോൾ നമ്മൾ വി ഡിഡിൻ ബൈ എനി ചോക്ലേറ്റ്സ് എന്ന് പറയണം. മറ്റൊരു ഉദാഹരണം നോക്കൂ. ഹി ഹാസ് ഗോട്ട് സം ഹോംവർക്ക്. അവന് കുറച്ച് ഹോംവർക്ക് കിട്ടി. അതായത് അവന് കുറച്ച് ഹോംവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ അതിൻ്റെ നെഗറ്റീവ് എങ്ങനെയാണ് പറയാം? ഹി ഹാസിൻറ്റ് ഗോട്ട് എനി ഹോംവർക്ക് എന്ന് പറയണം. അവന് ഹോംവർക്കേ ഉണ്ടായിരുന്നില്ല, അല്ലെ അവന് ഒട്ടും തന്നെ ഹോംവർക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. അത് നമ്മൾ അങ്ങനെ പറയാം. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് അവിടെ സം ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. ഇപ്പം നെഗറ്റീവ് സെൻസിൽ നമ്മൾ പോസിറ്റീവിൽ സം ഉപയോഗിച്ചതൊക്കെ നമ്മൾ നെഗറ്റീവ് സെൻറ്റൻസ് ആക്കുന്ന സമയത്ത് നമ്മൾ അവിടെ എന്ത് പറയണം? എനി പറയണം. അവന് ഹോംവർക്കേ ഉണ്ടായിരുന്നില്ല. ഇതല്ലാത്ത ഒരു കേസ്, ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഹാസിൻ്റെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹാസ് ഹി ഗോട്ട് സം ഹോംവർക്ക് എന്ന് ചോദിക്കാമോ? അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹാസ് ഹി ഗോട്ട് സം ഹോംവർക്ക് എന്നതിൻ്റെയും ഹാസ് ഹി ഗോട്ട് എനി ഹോംവർക്ക് എന്നതിൻ്റെയും വ്യത്യാസം എന്താണ്? ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ ക്വസ്റ്റ്യനിൽ അവന് ഹോംവർക്ക് ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കാനാണെങ്കിൽ തീർച്ചയായിട്ടും എനി തന്നെ ഉപയോഗിക്കണം. നിങ്ങൾക്ക് അറിയില്ല, ചിലപ്പോൾ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ഇല്ലായിരിക്കാം. അപ്പോൾ എന്തെങ്കിലും ഹോംവർക്ക് അവന് ഉണ്ടായിരുന്നുവോ എന്ന് ചോദിക്കാൻ ഹാസ് ഹി ഗോട്ട് എനി ഹോംവർക്ക് എന്ന് തന്നെ ചോദിക്കണം. അല്ലാതെ അവന് ഹോംവർക്ക് ഉണ്ടായിരുന്നുണ്ട്, അവന് കുറച്ച് ഹോംവർക്ക് ഉണ്ടായിരുന്നില്ലേ, നിങ്ങൾക്ക് അറിയാം ഉണ്ടായിരുന്നു, അപ്പോൾ ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞിട്ട് ആ സെൻസിൽ ചോദിക്കുകയാണെങ്കിൽ ഹാസ് ഹി ഗോട്ട് സം ഹോംവർക്ക് എന്ന് ചോദിക്കാം. പക്ഷേ നിങ്ങൾ ഓർമ്മിക്കുക, നിങ്ങളുടെ ആൻസർ അറിയാതെയാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചോദിക്കണം? അവിടെ ഹാസ് ഹി ഗോട്ട് എനി ഹോംവർക്ക് എന്ന് ചോദിക്കണം. രണ്ടും തമ്മിൽ മീനിങ്ങിൽ വലിയ ഡിഫറൻസ് ഉണ്ട്. ഹാസ് ഹി ഗോട്ട് എനി ഹോംവർക്ക്, അവൻ എന്തെങ്കിലും ഹോംവർക്ക് കിട്ടിയോ ഇല്ലയോ, യു ആർ നോട്ട് ഷുവർ. പക്ഷെ സം ഹോംവർക്ക് എന്ന് പറയുമ്പോൾ അവന് കുറച്ച് ഹോംവർക്ക് ഉണ്ടായിരുന്നില്ലേ എന്നുള്ള അർത്ഥത്തിലാണ് ആ ഒരു മീനിങ് വരിക. അപ്പോൾ ക്വസ്റ്റ്യനിൽ നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത് എനി തന്നെയാണ്. കുറച്ചുകൂടെ എക്സാമ്പിൾസ് നോക്കാം. ഇപ്പോൾ ഡോറിൽ ആരെങ്കിലും നിൽക്കുകയാണെന്ന് വിചാരിക്കും. നമ്മൾ എങ്ങനെയാ പറയാം? ദർ ഈസ് സംബഡി അറ്റ് ദ ഡോർ. അവിടെ ഡോറിൽ ആരോ ഉണ്ട്. ദർ ഈസ് സംബഡി അറ്റ് ദ ഡോർ എന്ന് പറയും. അപ്പോൾ അവിടെ ആരും ഇല്ല എന്ന് പറയാൻ ദർ ഈസിൻറ്റ് എനിബഡി അറ്റ് ദ ഡോർ എന്ന് പറയണം. ഡോറിൽ ആരുമില്ല. അപ്പം നെഗറ്റീവ് വരുമ്പോൾ നമ്മളിവിടെ എനിയാണ് ഉപയോഗിക്കുക. ഇനി ഡോറിൽ ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾക്കൊരു സംശയം, ഡോറിൽ ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ ഈസ് ദർ എനിബഡി അറ്റ് ദ ഡോർ. അപ്പോൾ ഈസ് ദർ എനിബഡി അറ്റ് ദ ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ക്വസ്റ്റ്യൻ ആണ്. അവിടെ നിങ്ങൾക്ക് ഡോറിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കണം. അപ്പോൾ ഇനി വേറൊരു കാര്യത്തിലാണെങ്കിൽ യു ആർ സസ്പെക്ടിങ് ദർ ഈസ് സംബഡി ഇൻ ദ ഡോർ. നിങ്ങൾക്ക് കാണാൻ പറ്റും ഡോറിൽ ആരും ഉണ്ട്. അപ്പോൾ ഈസ് ദർ സംബഡി അറ്റ് ദ ഡോർ എന്ന് വെച്ചാൽ ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഏകദേശം ഷുവറായിട്ട് ചോദിക്കുകയാണെങ്കിൽ മാത്രമേ ഈസ് ദർ സംബഡി അറ്റ് ദ ഡോർ എന്ന് ചോദിക്കൂ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണെങ്കിൽ നിങ്ങൾ എപ്പോഴും ക്വസ്റ്റ്യനിൽ എപ്പോഴും എനിബഡിയാണ് വരിക കൂടുതലെന്ന് ഓർമ്മിച്ച് വെക്കുക. ക്വസ്റ്റ്യനിലും നെഗറ്റീവിലും ഈസ് ദർ എനിബഡി അറ്റ് ദ ഡോർ, ഡോറിൽ ആരെങ്കിലും ഉണ്ടോ എന്നാണ് അതിൻ്റെ
അർത്ഥം. ഒരിക്കലും പോയിട്ട് ഈസ് ദർ ഇസിൻറ്റ് സംബഡി അങ്ങനെ പറയരുത്. ദർ ഇസിൻറ്റ് എനിബഡി അറ്റ് ദ ഡോർ. ഇനി ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. ഇനി അവന് കഴിക്കാൻ എന്തെങ്കിലും വേണം എന്നെങ്ങനെ നമ്മൾ പറയാം? ഹി വാണ്ട്സ് സംതിങ് ടു ഈറ്റ് അല്ലേ? അവിടെ നമ്മൾ സംതിങ് എന്നാണ് പറയുക. ഹി വാണ്ട്സ് എനിത്തിങ് ഈറ്റ് എന്ന് പറയോ? ഇല്ല. ഹി വാണ്ട്സ് സംതിങ് ടു ഈറ്റ്. ഇനി അവന് കഴിക്കാനൊന്നും വേണ്ട എന്നെങ്ങനെ പറയാ? ഹി ഡസിൻറ്റ് വാണ്ട് എനിത്തിങ് ടു ഈറ്റ് ആണ്. അവിടെ കൊണ്ടുപോയിട്ട് സംതിങ് വെക്കരുത്, നെഗറ്റീവ് ആയതുകൊണ്ട്. ഇനി അവൻ എന്തെങ്കിലും കഴിക്കാൻ വേണോ എന്ന് ചോദിക്കാൻ ഡസ് ഹി വാണ്ട് എനിത്തിങ് ടു ഈറ്റ് ആണ്, ഒരിക്കലും സംതിങ് അല്ല. അതൊരു പോസിറ്റീവ് സെൻസ് ആയി ഇപ്പോൾ അവിടെ. അപ്പോൾ അവൻ എന്തെങ്കിലും കഴിക്കാൻ വേണോ എന്ന് ചോദിക്കാൻ ഡസ് ഹി വാണ്ട് എനിത്തിങ് ടു ഈറ്റ് എന്നാണ് ചോദിക്കുക. അപ്പോൾ ഐ വാണ്ട് സംതിങ് ടു ഈറ്റ് എന്നാണ് പറയുക. ഐ ഡോണ്ട് വാണ്ട് എനിത്തിങ് ടു ഈറ്റ് എന്നാണ് പറയുക. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഓർമ്മിക്കുക, എന്താണ് നെഗറ്റീവ് സെൻസിലാണ് നമ്മളെപ്പോഴും എനി ഉപയോഗിക്കുക, പോസിറ്റീവ് സെൻസിലാണ് സം ഉപയോഗിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ ചോദിച്ചോളൂ. അപ്പോൾ ഈ എനിയുടെയും സമ്മിൻ്റെയും ഇത് കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ എക്സാമ്പിൾസ് നമുക്ക് ഓരോ വീഡിയോയിലായിട്ട് ചെയ്യാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.